ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ ശ്വസിക്കുന്ന മാന്ത്രിക വായു. ശ്വാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രാണൻ തന്നെയാണ്. കാരണം ഭക്ഷണം കഴിക്കാതെ ഒന്നിലധികം ദിവസങ്ങൾ വേണമെങ്കിൽ ജീവിച്ചിരിക്കാം. വെള്ളം കുടിക്കാതെയും അല്ലെങ്കിൽ മറ്റ് ശൗചം ചെയ്യാതെയും കുറച്ച് ദിവസങ്ങളെങ്കിലും നമുക്ക് ജീവിച്ചിരിക്കാനൊക്കെ സാധിക്കും. പക്ഷേ ശ്വാസമില്ലാതെ നിമിഷങ്ങൾ പോലും ജീവിച്ചിരിക്കുവാൻ സാധിക്കുകയില്ല. അപ്പൊ ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്, അതിരാവിലെ നമ്മൾ എണീറ്റ് അത്യാവശ്യം നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പ്രഭാത വായു ശ്വസിച്ചുകൊണ്ട് നമ്മളൊന്ന് നടക്കുകയാണെന്ന് വിചാരിക്കും. വീടിന് പുറത്തേക്ക് നടക്കുക, ഒരു മോർണിംഗ് വാക്ക്. ആ ഒരു പ്രഭാത വായു ശ്വസിച്ചുകൊണ്ടുള്ള നടത്തം ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. നടക്കാൻ കഴിയുന്ന, അല്ലെ കാലിന് പ്രത്യേകിച്ച് അസൗകര്യമൊന്നും ഇല്ലാത്ത ആർക്കും തന്നെ ഒരു പ്രഭാത സവാരി നടക്കുന്ന കാര്യമാണ്. അത് പ്രത്യേകിച്ച് പ്രഭാത വായു ശ്വസിച്ചുകൊണ്ട് അതിന്റെ സുഖം അനുഭവിച്ചുകൊണ്ടുള്ള യാത്ര. ഈ യാത്ര കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തുമ്പോൾ ഏറ്റവും അധികം സന്തോഷവും ഉല്ലാസവും ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്നത് ഈ നടത്തം കഴിഞ്ഞു വരുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ നമ്മളൊരു വ്യത്യസ്ത വ്യക്തിയായിട്ട്, നമ്മൾ എണീറ്റപ്പോൾ എങ്ങനെ ഇരുന്നോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു മനുഷ്യനായിട്ടായിരിക്കും തിരികെ നമ്മൾ മടങ്ങി വരിക. കാരണം അത്രയധികം സുഖമുള്ള ഒരു കാര്യമാണ് പ്രഭാത സവാരി, പ്രഭാത വായു ശ്വസിച്ചുകൊണ്ടുള്ള ആ പ്രഭാത സവാരി എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ റോണ്ട ബേൺ പറഞ്ഞു തുടങ്ങുന്നത്, കുറച്ച് നാളുകൾക്ക് മുൻപ് ആരെങ്കിലും നമ്മളോട് വന്ന് പറയുകയാണ് വായുവിന് നന്ദി പറയണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ശ്വസിക്കുന്ന വായുവിന് നന്ദി പറയണമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്താണ് എന്ന് നമ്മൾ പറയും. പക്ഷേ പിന്നീട്, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയുമ്പോൾ, ഈ പ്രഭാത വായു അല്ലെങ്കിൽ നമ്മൾ ശ്വസിക്കുന്ന ഓരോ സമയത്തെയും വായുവിനെ കുറിച്ച് അറിയുമ്പോൾ ഇതിന് തീർച്ചയായിട്ടും നന്ദി പറയേണ്ടതുണ്ട് എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം അതിന് ഒരു കൃതജ്ഞത നമ്മൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് വായു ശ്വസിക്കുന്നതിന്. അപ്പോ പ്രശസ്ത ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞിട്ടുള്ളത് പോലെ, സൗരയൂഥത്തിലേക്ക് നോക്കുമ്പോൾ ഭൂമി സൂര്യനിൽ നിന്നും കൃത്യമായ അകലത്തിലാണ്. ഭൂമിയും സൂര്യനും തമ്മിൽ ഒരു പ്രത്യേക അകലമുണ്ട്. ആ അകലം എപ്പോഴും സൂക്ഷിച്ചിരിക്കണം. കാരണം ആ അകലത്തിൽ നിന്ന് അടുത്ത് ചെന്നാലും പ്രശ്നമാണ്, അവിടെ നിന്ന് അകന്നു പോയാലും പ്രശ്നമാണ്. ഭൂമിക്കല്ല, ഭൂമിക്കുള്ളിലുള്ള ഓരോ ജീവജാലങ്ങൾക്കും ഓരോ സസ്യജാലങ്ങൾക്കും എല്ലാം പ്രശ്നം. അപ്പോ ഭൂമിയുടെ ആ സൂര്യനിൽ നിന്ന് കൃത്യമായിട്ടുള്ളൊരു അകലം പാലിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ചൂടും വെളിച്ചവും ലഭിക്കുന്നു. അകലം കുറഞ്ഞാൽ ആവശ്യത്തിലധികം ചൂട് ലഭിച്ച് നമ്മളൊക്കെയും നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ കുറച്ച് ദൂരെ അകന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ചൂടും വെളിച്ചവും ലഭിക്കുകയുമില്ല. അവിടെയും നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോ ഈ വാക്കുകളെയാണ് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. ഐസക് ന്യൂട്ടൺ പറഞ്ഞ ഈ വാക്കുകൾ, അതായത് നമ്മളെ പൊതിഞ്ഞ് ഒരു സംരക്ഷണ വലയം ഉണ്ട്, അല്ലെ? നമ്മളെ സംരക്ഷിക്കുന്നു. നമ്മളതിനെ പല പേരുകൾ പറഞ്ഞു വിളിക്കും. കാത്തു പരിപാലിക്കുന്നു, ദൈവം, പ്രപഞ്ചശക്തി, പല പേരുകളിൽ നമ്മൾ. പക്ഷെ എന്താണെങ്കിലും ഒരു സത്യം ഉറപ്പാണ്, നമ്മളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു കൈകൾ എവിടെയോ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആവരണം നമുക്ക് മേലുണ്ട് നമ്മളെ സംരക്ഷിക്കുവാനായിട്ട്. അത് യാദർശികമായിട്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് അതിനപ്പുറം മരങ്ങളും അല്ലെങ്കിൽ ഓക്സിജനും തമ്മിലുള്ള കൃത്യമായ ഒരു ബന്ധം. കാരണം നമ്മളിങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് കാർബൺ ഡയോക്സൈഡിനെ പുറന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് വീണ്ടും ഓക്സിജനെ നിറച്ചു തരുന്ന ഒരു പ്രക്രിയ ഇവിടെ നടക്കുന്നുണ്ട്. മരങ്ങളിൽ നിന്നാണെന്ന് പറയുന്നു. ഈ പ്രക്രിയ നടന്നില്ല എങ്കിൽ നമുക്ക് ശ്വസിക്കാൻ വായു ഉണ്ടാവില്ല, നമ്മൾ ക്രമേണ മരണപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ആ സ്പേസിലേക്ക് നമ്മൾ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ, അല്ലെ ഓക്സിജനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സ്പേസിലേക്ക് വീണ്ടും ഒരു വായുവിനെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു പ്രക്രിയ കൃത്യമായിട്ട് ഇവിടെ നടന്നില്ല എങ്കിൽ നമുക്കൊന്നും പിന്നെ നിലനിൽപ്പില്ല. ഇത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതല്ല, എന്നാൽ കൃത്യമായിട്ട് ആകാശവീതിയിൽ എവിടെയെങ്കിലുമായിട്ടിരുന്ന് ഇതിന്റെ വിദ്യുൽ കാന്ത തരംഗങ്ങളേറ്റ്
നമ്മൾ നാമാവശേഷമായി പോകാതിരിക്കുവാനുള്ള ഒരു പ്രക്രിയ ഭൂമിയിൽ, അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുന്നതിന് ആയിരക്കണക്കിന് പ്രമാണങ്ങൾ ഉണ്ട്. അത് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട്. നമ്മളെ ജീവനോടെ ഇവിടെ ഇരുത്തുവാനായിട്ടുള്ള ഒരു പ്രക്രിയ അനുനിമിഷം നടക്കുന്നുണ്ട്. അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനെന്തെങ്കിലും തകരാറ് സംഭവിക്കാതിരിക്കുവാൻ നമുക്കവരോട് നന്ദി പറയാം. അതായത് അല്പം കൂടി ഭൂമി സൂര്യനിലേക്ക് അടുത്ത് ചെല്ലുകയാണെന്ന് വിചാരിക്കുക, അകലം മാറിയിട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് കത്തിക്കരിഞ്ഞ് തീർന്നു പോകും. ഭൂമിയിലെ ഓരോന്നും ഇതുപോലെ തീർന്നു പോകും. പക്ഷെ അവിടെ ഒരു കൃത്യമായ അനുപാതം, അകലത്തിന് ഒരു കൃത്യമായ അനുപാതം, നമ്മൾ എടുക്കുന്ന ശ്വാസം കൃത്യമായിട്ട് വായുവിനെ അവിടെ വീണ്ടും നിറയ്ക്കുവാനായിട്ട് കൃത്യമായ അനുപാതത്തിലുള്ള ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നില്ല, കൃത്യമായിട്ടൊരു ജോലി അവിടെ ചെയ്യുന്നവരുണ്ട്. അത് പ്രപഞ്ച ശക്തിയായിരിക്കാം, മറ്റെന്തെങ്കിലും ആകാം. നമുക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത, കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കാത്ത എന്തോ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട്. കാരണം മിറക്കിൾ എപ്പോഴും ഉണ്ട്. കാരണം നമ്മുടെ ഒരു കൈയോ കാലോ ഒടിയുക എന്ന് വിചാരിക്കുക, ഇത് ക്രമേണ നമ്മൾ പ്ലാസ്റ്ററൈസ് ചെയ്ത് കഴിഞ്ഞ് കുറെ ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് തമ്മിൽ ജോയിന്റ് ആവും, അസ്ഥികൾ ജോയിന്റ് ആവുന്നു. പക്ഷെ അതെങ്ങനെയെന്ന് നമുക്കറിയില്ല, അല്ലെ? അദൃശ്യമായ ഒരു കരങ്ങൾ, മിറക്കിൾ എന്നൊക്കെ പറയും, അത്ഭുതം സംഭവിക്കും. ഇതുപോലെ തന്നെയുള്ള മിറക്കിളുകൾ ഈ പ്രക്രിയയിലും നടക്കുന്നുണ്ട്. അപ്പോ അപ്രതീക്ഷിതമായിട്ടൊന്നും നടക്കുന്നതല്ല. ഈ കാര്യങ്ങൾ തന്നെ ആകസ്മികമായിട്ട് നടക്കുന്ന ഒന്നല്ല. ഈ തിരിച്ചറിവ്, ഇത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, നടത്തുന്നുണ്ട്, ആരോ ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം സംഗതികൾ ഇതിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഭൂമിക്കും ഭൂമിയുടെ ചുറ്റുമുള്ള എല്ലാ സൂക്ഷ്മാണുവിലും ഒരു സന്തുലിതാവസ്ഥ നമ്മളെ പിന്തുണയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ കഴിയുകയില്ല. അപ്പോ അതൊരു പരിപൂർണമായിട്ടുള്ള ഒരു താളത്തിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക, ഒരു ലയമൊക്കെ ഉണ്ട്, ഒരു താളമൊക്കെ ഉണ്ട്. ഇതിലൂടെ കൃത്യമായിട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ കൃത്യമായിട്ടുള്ള ലയം അവിടെ നടക്കുവാനായിട്ട് നമുക്ക് നന്ദി അവിടെ തീർച്ചയായിട്ടും അറിയിക്കേണ്ടതുണ്ട്. ഇതിനിപ്പോൾ എന്താണ്? വായു മാറിയിട്ട് അവിടെ നമ്മൾ അതിനെ മാന്ത്രിക വായു എന്ന് പറയും, മാജിക് എയർ. ഈ മാജിക് എയർ ആണ് നമ്മൾ അനുനിമിഷം ഉള്ളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. പുറന്തള്ളുന്നതാവട്ടെ കാർബൺ ഡൈ ഓക്സൈഡാണ്, നമ്മൾ എടുക്കുന്നതല്ല. അതിനെ എന്താണ്, ചൂടുള്ള വായു, നെഗറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് തള്ളിവിടുന്നുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റി അവിടെ വായു, ഓക്സിജനെ തിരികെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അത് മരങ്ങളുടെ ഉള്ളിൽ നിന്നാണെന്ന് പറയാം, അല്ലെ പ്രകൃതിയുമായിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു സന്തുലിതാവസ്ഥ അവിടെയുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ മാന്ത്രിക വായു ആകസ്മികമായിട്ടോ അല്ലെങ്കിൽ പ്രകൃതിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഭാഗ്യമായിട്ടോ അല്ല നമുക്ക് വായു ലഭിക്കേണ്ടത്. പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കേണ്ടവയുടെ ബാഹുല്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, കൃത്യമായിട്ടത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഏത് കാര്യം ചെയ്യണമെങ്കിലും അതിന് പണി ചെയ്യാൻ കുറച്ച് ആളുകൾ വേണം, അല്ലെ യന്ത്രങ്ങൾ വേണം, യന്ത്രം പ്രവർത്തിപ്പിക്കാൻ കുറച്ച് ആളുകൾ വേണം. ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ദിവസം, ആ യന്ത്രങ്ങൾക്ക് പോലും ഞായറാഴ്ചകളിൽ ചിലപ്പോൾ ഒഴിവുണ്ടാകാം, വൈകിട്ട് ഒഴിവുണ്ടാകാം, ഏതെങ്കിലുമൊക്കെ അവധി ദിവസങ്ങളിലുമൊക്കെ ഒഴിവുണ്ടാകാം. പ്രവർത്തിപ്പിക്കുന്ന ആള് അവധിയെടുത്താൽ അന്നുമൊക്കെ ഇതിന് അവധി ഉണ്ടാകാം. പക്ഷെ ഈ പറഞ്ഞ പ്രക്രിയകൾക്ക് ഒരു നിമിഷം പോലും അവധിയില്ല. കൃത്യമായിട്ട് ഈ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതിനെതിരെ നമ്മൾ എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഒരുപക്ഷെ അത് നടക്കാതെ വരിക. സന്തുലിതാവസ്ഥയെ തകർക്കുന്ന എന്തെങ്കിലും മനുഷ്യന്റെയോ മറ്റു ജീവജാലങ്ങളുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതിന് ഭംഗം വരിക. ഇല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന ജോലി കൃത്യമായിട്ട് ചെയ്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിച്ച സമ്മാനമാണ് എന്ത്? വായു. അല്ലെ, ഏറ്റവും വിലപിടിച്ചൊരു സമ്മാനമാണ്. കാരണം ഒരു നിമിഷം ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ എത്രയും വേഗം തീരുമാനമാകും. അല്ലെങ്കിൽ
വായു നമ്മളിൽ ഓരോരുത്തരും നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചില്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കപ്പുറത്തേക്ക് നമുക്ക് ജീവനുണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വായുവിന് എപ്പോഴെങ്കിലും കുറഞ്ഞത് ഒരു ദിവസത്തിൽ 5 തവണയെങ്കിലും ഈ വായുവിനോട് നമ്മൾ നന്ദി അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്ന എത്രയാണ്, ശ്വാസം പുറത്തേക്ക് വിടുന്ന എത്രയാണെന്ന് നമുക്കറിയില്ല ഓരോ ദിവസവും. കാരണം അതുപോലെ അനവധി തവണ നമ്മൾ പോലും അറിയാതെ ഇതിങ്ങനെ ബോധപൂർവം അല്ലാതെയും ഇതിങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോ ബോധപൂർവം നമുക്ക് ഒന്ന് നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ ശ്വാസത്തെ ഒന്ന് ദീർഘമായിട്ട് പുറത്തു വിടുക. ഒരു കുറഞ്ഞത് 5 തവണയെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഞാൻ ശ്വസിക്കുന്ന മാന്ത്രിക വായു, അല്ലെങ്കിൽ ഞാൻ ശ്വസിക്കുന്ന വായു എന്റെ പ്രാണന്, എന്റെ ജീവന് നന്ദി അറിയിക്കാം. ഇപ്പോൾ അത് തോന്നുന്നുണ്ടാവും, തീർച്ചയായിട്ടും നന്ദി അറിയിക്കേണ്ട കാര്യമാണ്. വർഷങ്ങളായിട്ട് നമ്മൾ ഇതിനെ കൃത്യമായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ അതിനെ കുറിച്ച് ഓർത്തിട്ടില്ല ഇങ്ങനെയൊരു സംഗതി. കാരണം വായുവിനെ കുറിച്ച് കുറെ അധികം കാലം മുൻപ് വരെ ഓർക്കേണ്ട സംഗതി ഒന്നുമില്ല. പക്ഷെ ഇനിയിപ്പം വായുവിന്റെ അളവ് കുറഞ്ഞിട്ട് പലയിടങ്ങളിലും വായുവിനെ വില കൊടുത്തൊക്കെ വാങ്ങി, സിലിണ്ടറുകളൊക്കെ വാങ്ങി വായു ശ്വസിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ പോയതായിട്ട് ചിലയിടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു പക്ഷേ നാളെ നമ്മുടെ അടുത്തേക്കും വരാം. കാരണം വായുവിനെ തിരികെ കൊണ്ടെത്തിക്കുന്ന, സന്തുലിതാവസ്ഥയെ തകർക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അനവധി നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ വായു ലഭിക്കാതെ വന്നാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വില കൊടുത്ത് വായു വാങ്ങേണ്ടതായിട്ട് വരും. വെള്ളത്തിന്റെ കാര്യം തന്നെ അറിയാം, പണ്ടുണ്ടായിരുന്ന പോലെയല്ല. ഇന്ന് നമ്മൾ വെള്ളം വില കൊടുത്ത് വാങ്ങുന്നവരാണല്ലേ. നമ്മളൊക്കെ ഒരു ജീവിതത്തിൽ കുറെ അധികം തവണ വില കൊടുത്ത് വെള്ളം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു 10-30 കൊല്ലം മുമ്പ് വെള്ളം വില കൊടുത്ത് വാങ്ങുക എന്നുള്ളൊരു സംഗതി കേൾവി പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഈ വെള്ളം വിൽക്കുവാനായി, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന അറിഞ്ഞാൽ അവനെയും നമ്മൾ ഭ്രാന്ത എന്ന് വിളിച്ചിരിക്കും അല്ലെ. ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഒരു വെള്ളത്തിന്റെ കമ്പനി ബിസ്ലേരി വാട്ടർ ആരംഭിക്കുമ്പോൾ ഇദ്ദേഹത്തെ പല ആളുകളും കുറ്റം പറഞ്ഞിരുന്നു. കാരണം പിന്നെ വെള്ളം വെള്ളം കുപ്പിക്കകത്ത് കയറ്റി വിൽക്കാൻ നടക്കുന്നു, ഇതൊക്കെ ആര് വാങ്ങാൻ എന്ന് സംശയം പ്രകടിപ്പിച്ചിടത്ത് നിന്ന് ഇന്ന് ഓരോ കടയുടെ ഉള്ളിലും കുപ്പിവെള്ളം ഇങ്ങനെ സജീവമായിട്ടിരിപ്പുണ്ട്. ഓഫീസുകളിൽ ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്ന ക്യാനുകളിലെ വെള്ളം, വില കൊടുത്ത് വാങ്ങുന്ന വെള്ളങ്ങൾ, ഇങ്ങനെ ഓരോ ഇടങ്ങളിൽ നമ്മുടെ ഓരോ വിശേഷ അവസരങ്ങൾ നോക്കുക, വിവാഹം, വീട് വാർക്കല്, കുട്ടിയുടെ പേരിടിയില്, ഇങ്ങനെയുള്ള മുഴുവൻ ചടങ്ങുകൾ നോക്കി ഇവിടെ എല്ലാം ഇപ്പം വില കൊടുത്ത് വാങ്ങുന്ന വെള്ളത്തിന്റെ ഒരു സാന്നിധ്യം വന്നിട്ടുണ്ട്. ഇതുപോലെ ഓരോ കാര്യങ്ങൾക്കും സംഭവിക്കാം. അപ്പൊ ഇതിനോടുമൊക്കെയും നമ്മൾ കുറഞ്ഞതൊരു നന്ദിയെങ്കിലും അറിയിച്ചിരിക്കേണ്ടതില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോ കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി പ്രയോഗിക്കുവാനായിട്ട് ആരംഭിച്ചപ്പോ നമുക്ക് ആഗ്രഹമുള്ള അനവധി സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയും. അതായത് സമ്മാനങ്ങൾക്കായിട്ട് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുക, അല്ലെങ്കിൽ പരമമായ ശക്തി നമുക്ക് കിട്ടുവാൻ, നമുക്കൊരു ആത്മബലം, വിൽ പവർ ഉണ്ട്. ഇത് നമുക്ക് കിട്ടിയെങ്കിലാണ് നമുക്ക് നന്നായിട്ട് ഈ ജീവിതത്തിൽ പ്രവർത്തിക്കാനും ജീവിക്കുവാനും, അല്ലെങ്കിൽ ജീവിതം നന്നായിട്ട് ജീവിച്ചു തീർക്കണമെങ്കിൽ നമുക്ക് നല്ല ആത്മബലവും ധൈര്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടായിരിക്കും. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള മനസ്സ് എന്നൊക്കെ നമ്മൾ പലവരും പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് രഹസ്യമായിട്ട് ലഭിക്കേണ്ട പല കാര്യങ്ങൾക്കും ഈ വായുവിന്റെ, മാന്ത്രിക വായുവിന്റെ നന്ദി പ്രകടനത്തിലൂടെ, വായുവിന്റെ ശക്തിയിലൂടെ നമുക്ക് ഇവയൊക്കെ നേടിയെടുക്കുവാൻ കഴിയും. അപ്പോ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ശക്തികൾ, അല്ലെങ്കിൽ ജീവിക്കുവാൻ നമുക്ക് കിട്ടുന്ന കരുത്ത്, മാനസിക ബലം, അല്ലെങ്കിൽ നമ്മുടെ ഓരോ അണുവിലേക്കും ശ്വാസം പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന, നന്നായി ശ്വാസം എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എനർജി, ഓജസ്, ഇവയ്ക്കൊക്കെ തീർച്ചയായിട്ടും കാരണഭൂതനായിട്ടുള്ള വായുവിനോട്, വായു തരുന്ന വ്യക്തിയോട്, വായുവിനെ കൃത്യമായിട്ട് ഇവിടെ എത്തിക്കുന്നയാളോട് നന്ദി പറയേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഇവിടെ ആദ്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പോ ആർക്കാണോ അത്ര ആഴത്തിലുള്ള കൃതജ്ഞതയുള്ളത് അവർക്ക് സമ്പൂർണ്ണ സമൃദ്ധി ലഭിക്കും. ആർക്കാണോ ഉള്ളത് അവന് ലഭിക്കപ്പെടും, വീണ്ടും വീണ്ടും സമൃദ്ധമായി ലഭിക്കപ്പെടും. ആർക്കാണോ ഇല്ലാത്തത് അവരിൽ നിന്ന് ഉള്ളത് കൂടി എടുക്കപ്പെടും എന്നുള്ള വാക്യം വീണ്ടും ഇവിടെ പറയുകയാണ്. കാരണം ഈ കാര്യം
വായു നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നു. സമൃദ്ധമായിട്ട് ഇനിയുള്ള കാലങ്ങളിലൊക്കെയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. അവിടെയും നമ്മൾക്ക് കൃതജ്ഞത ഉണ്ടെങ്കിലാണ് ഇത് ലഭിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോ നമ്മൾ ശ്വസിക്കുന്ന മഹത്തരമായ വായുവിനെ ഇനി നമുക്ക് ഒരുപാട് പുകഴ്ത്തി പറയേണ്ടതുണ്ട്. കാരണം മഹത്തരമായ വായു, മാന്ത്രിക വായു, പല പേരുകളിൽ വിളിക്കാം. കാരണം ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഐസക് ന്യൂട്ടൺ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പൊ റോണ്ട ബേണു അതിനെക്കുറിച്ച് കീറി മുറിച്ച് സംസാരിക്കുമ്പോൾ, പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും നന്ദി പറയേണ്ട പ്രധാന വസ്തുതകളിൽ ഒന്നാണ് ശ്വസിക്കുന്ന വായുവിനോട് നന്ദി പറയുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ചെയ്യേണ്ട പരിശീലനം, ഈ മാന്ത്രിക പരിശീലനത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ശ്വസിക്കുന്ന മഹത്തരമായ വായുവിനെ കുറിച്ചിട്ട് ചിന്തിക്കുക. കാരണം അങ്ങനെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നന്ദി പറയുവാൻ തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ ആരും ഈ പറഞ്ഞതുപോലെ, റോണ്ട ബേൺ തന്നെ ഈ പുസ്തകത്തിന്റെ ആദ്യം പറയുന്നത്, ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത് പോലെ, ആരെങ്കിലും വായുവിന് നന്ദി പറയണമെന്ന് പറഞ്ഞാൽ അവനെ ഭ്രാന്തൻ എന്ന് മുദ്രയടിക്കണം, ഭ്രാന്തി എന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ശ്വസിക്കുന്ന മഹത്തരമായ വായുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈ ഒരു സന്തുലിതാവസ്ഥ കൃത്യമായിട്ട് ഇവിടെ നിലനിർത്തുമ്പോൾ, ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് കൃത്യമായിട്ടുള്ള അകലം പാലിച്ച് അവർക്ക് നിൽക്കാൻ സാധിക്കുമ്പോൾ, ഭൂമി ഉരുളുന്നുണ്ട്, ഈ ഉരുളുന്ന ഭൂമിക്കുള്ളിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിലും ആ ഒരു അകലമൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. ഇതിനെന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചാൽ പിന്നെ ലോകം തന്നെ ഉണ്ടാവില്ല, മനുഷ്യനുണ്ടാവില്ല, ജീവജാലങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ള മഹത്തരമായ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഓരോ നിശ്വാസത്തിലും നമുക്ക് പുതിയ വായുവിനെ അവിടെ സൃഷ്ടിച്ചു തരുന്ന പ്രപഞ്ചത്തോട്, ദൈവത്തോട്, അല്ലെങ്കിൽ അദൃശ്യമായ ആ ശക്തിയോട്, ആ കരങ്ങളോട്, നമ്മെ പൊതിഞ്ഞു പിടിക്കുന്ന ആ ആവരണത്തോട് തീർച്ചയായും നന്ദി പറയേണ്ടതുണ്ട് എന്ന് നമുക്ക് ഈ മഹത്തരമായ കാര്യങ്ങൾ, ശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ കുറഞ്ഞത് ദിവസത്തിലൊരു 5 തവണയെങ്കിലും നന്ദി പറയുവാൻ നമ്മൾ, 5 അല്ല, ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്കറിയാം 5 അല്ല, ഈ ദിവസത്തിലെ ഓരോ ശ്വാസത്തിനും വേണമെങ്കിൽ നന്ദി പറയാൻ തോന്നും. അത് ബുദ്ധിമുട്ടുള്ളത് കാര്യമാണ്. അതുകൊണ്ട് കുറഞ്ഞത് 5 തവണയെങ്കിലും ഈ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തോട്, വായുവിനോട് നന്ദി പറയാം. അപ്പൊ ഇതിനു വേണ്ടി ചെയ്യേണ്ട പ്രക്രിയ അല്ലെങ്കിൽ എക്സർസൈസ് എന്താണെന്ന് വെച്ചാൽ, വളരെ ബോധപൂർവം നമ്മൾ ശ്വാസത്തെ ഉള്ളിലേക്ക് നീട്ടി വലിച്ച് സമയമെടുത്തുകൊണ്ട് വളരെ സാവധാനത്തിൽ ശ്വാസം എടുക്കുക. അതുപോലെ തന്നെ സമയമെടുത്തുകൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടുക. അപ്പൊ നമ്മൾ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ, യോഗയിൽ ശ്വാസം പൂരകം, കുംഭകം, രേചകം എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ഇടയ്ക്കൊരു കാര്യം കൂടിയുണ്ട്, കുംഭകം, ഉള്ളിൽ കുറച്ചു നേരം ശ്വാസത്തിനെ പിടിച്ചു നിർത്താറുണ്ട്. പക്ഷെ ഇവിടെ അത് ആ ഒരു പരിശീലനത്തിൽ, ഈ ഒരു പരിശീലനത്തിൽ അതിന്റെ ആവശ്യമില്ല. ശ്വാസം ദീർഘമായിട്ട് എടുക്കുക, ദീർഘമായിട്ട് പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 5 തവണ എടുക്കുക. ഓരോ തവണയും നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ, അല്ലെ ശ്വാസം എടുത്തു കഴിയുന്ന ഇടവേളയിൽ, ഞാൻ ശ്വസിക്കുന്ന മാന്ത്രിക വായുവിന് നന്ദി എന്ന് മനസ്സിൽ പറയുക. ശ്വാസം ദീർഘമായിട്ട് എടുത്തുകൊണ്ട് ഞാൻ ശ്വസിക്കുന്ന മാന്ത്രിക വായുവിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഇതൊരു 5 തവണയെങ്കിലും ചെയ്യാം. അത് ഒരുമിച്ച് ചെയ്യണമെന്നില്ല, പല അവസരങ്ങളിലായിട്ട് ഒരു 5 എണ്ണം ചെയ്യും. അത് വളരെ ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമല്ല. കാരണം ഇത് ഏത് സമയത്തും നമുക്ക് ചെയ്യാം, എവിടെ വെച്ചും നമുക്ക് ചെയ്യാം. അപ്പൊ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നല്ല ശുദ്ധവായു ഉള്ള സ്ഥലത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ഗുണം ചെയ്യും. ഇപ്പൊ നമ്മൾ പ്രഭാത സവാരി ചെയ്യുന്ന ആളുകളാണെങ്കിൽ, രാവിലെ നടക്കാൻ പോകുന്ന ശീലമുണ്ട്, പ്രഭാത വായു ശ്വസിച്ചുകൊണ്ട് നടക്കുക. നല്ല സുഖമുള്ള നടപ്പാണ്. നടന്നിട്ടുള്ളവർക്കറിയാം ആ സമയത്തുള്ള ആ നടപ്പ് വളരെയധികം നമുക്ക് ആനന്ദം നൽകും. തിരിച്ചു വരുമ്പോൾ നമ്മളൊരു ഊർജ്ജസ്വലനായ മനുഷ്യൻ, നടന്ന് ക്ഷീണിച്ചു വരുന്ന വ്യക്തിയായിരിക്കില്ല, കുറച്ചുകൂടി ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും തിരികെ വന്നു കയറുക. ഇതിന് ഇങ്ങനെ ഒരു നടക്കാൻ ഭാഗ്യം കിട്ടിയവർ എന്ന് ഞാൻ പറയും. കാരണം അതിനും ഒരു ഭാഗ്യം വേണം, അങ്ങനെ നടക്കുവാനുള്ള അവസരം ഉണ്ടാകുക. അങ്ങനെ വരുമ്പോൾ സമയത്ത് വേണമെങ്കിൽ പോലും, ഈ പ്രഭാത സവാരി ചെയ്യുമ്പോൾ പോലും നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് ഈ ഒരു പരിശീലനം ചെയ്യാവുന്നതാണ്. ശ്വാസം ദീർഘമായിട്ട് പുറത്തേക്ക് വിടുകയും ചെയ്യാം. അപ്പോൾ ഇത് വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ചെയ്താൽ മതി. ഈ ഒരൊറ്റ സമയം കൊണ്ട് തന്നെ 5 എണ്ണം ചെയ്യണമെന്നില്ല. രാവിലെ പ്രഭാത സവാരിക്കിടയിൽ ഒന്ന് ചെയ്യാം. ചിലപ്പോൾ ഇതുപോലൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് പറയാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് ശ്വാസം എടുത്ത് പുറത്തു വിടാൻ കഴിയുന്ന രീതിയിലുള്ളൊരു വ്യായാമം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇത് ചെയ്യാം.
അങ്ങനെ പല അവസരങ്ങളിലായിട്ട് ഒരു 5 തവണ, കുറഞ്ഞത് ഒരു 5 തവണയെങ്കിലും ഈ ഒരു പരിശീലനം നൽകുക. അപ്പോൾ അവിടെ നമ്മൾ സമ്പൂർണമായി ശ്വാസം അകത്തേക്കും പുറത്തേക്കും വിടുക. ഓരോ ശ്വാസത്തിനും ഒടുവിൽ മാന്ത്രിക വാക്കുകളായ ഞാൻ ശ്വസിക്കുന്ന മാന്ത്രിക വായുവിന് നന്ദി എന്ന് പറയുക. അപ്പോ നമ്മൾ ശ്വസിക്കുന്ന അമൂല്യമായ ജീവൻ പകരുന്ന ശ്വാസത്തിന് നിങ്ങൾക്ക് കഴിയാവുന്നത്ര പരിശുദ്ധിയോടെ നന്ദി പ്രകാശിപ്പിക്കുക. കാരണം തെളിഞ്ഞ മനസ്സോടെ നല്ല ശുദ്ധമായി തന്നെ നന്ദി അറിയിക്കുക. അപ്പോ ഈ മാന്ത്രിക പരിശീലനം അല്ലെങ്കിൽ മാന്ത്രിക വായുവിന്റെ ഈ പരിശീലനം പുറത്തു വെച്ച്, വീടിന് പുറത്തു വെച്ച് ചെയ്യാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ആൽമരങ്ങളുടെ സമീപമൊക്കെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മലമടക്കുകളുടെ സമീപത്തിരുന്നു കൊണ്ട്, നടുവിലിരുന്നു കൊണ്ട് ഇത് ചെയ്യുകയാണ്. ഇപ്പൊ ഈ യോഗയിൽ നമ്മൾ ശ്വസന വ്യായാമം ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഒന്നുകിൽ ഇത് ആൽമരത്തിന്റെ ചുവട്ടിലിരുന്ന് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും, അല്ലെങ്കിൽ മലമടക്കുകളുടെ സമീപം ഇരുന്ന്, വനത്തിന്റെ സമീപമൊക്കെയുള്ള നല്ല മലമടക്കുകളുടെ ഇടയിലൊക്കെ ഇരുന്ന് ശ്വസനം ചെയ്താൽ നമുക്ക് ഇരട്ടി പ്രയോജനം ലഭിക്കുമെന്ന് പറയുന്നു. അപ്പോ ഇതുപോലെ ചെയ്യുമ്പോൾ, നമ്മുടെ ഈ പരിശീലനം ചെയ്യുമ്പോൾ, ഇതിനുള്ള അവസരം എന്നും കിട്ടണമെന്നില്ല. കാരണം മലമടക്കുകളുടെ ഇടയിൽ എന്നും പോയി നിൽക്കാൻ ഒരാൾക്ക് കൊണ്ട് സാധിക്കില്ല. ആൽമര ചോടി ചിലപ്പോൾ എന്നും നമുക്ക് കിട്ടിയെന്ന് വരും. എങ്കിലും കുറഞ്ഞ പക്ഷം വീടിന് വെളിയിലെങ്കിലും ശുദ്ധവായുവുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ പരിശീലനം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അധികം പ്രയോജനം, മഹത്വം, വായുവിന്റെ മഹത്വം നമുക്ക് ശരിക്കും അനുഭവിച്ചറിയുവാൻ കഴിയും. കാരണം നമുക്കിതിന് ഒരു നിമിഷം ഇതിലൊരു തെറ്റ് വന്നാൽ, ആ ഒരു അവസ്ഥയ്ക്ക് തെറ്റ് വന്നാൽ, കുറഞ്ഞ പക്ഷം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ അനുപാതത്തിൽ ഒരു നൊടിയുടെ വ്യത്യാസം വന്നാൽ, അല്ലെ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ആവരണമുണ്ട് എന്ന് പറഞ്ഞു, ഈ ആവരണത്തിന് ഒരു നിമിഷം എന്തെങ്കിലും മാറ്റം വന്നാൽ നമുക്കുണ്ടാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഇതിൽ പറയുന്നത് പോലെ വലിയ വില കൊടുക്കേണ്ടി വരില്ലേ? അതുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും ഈ വായുവിന്റെ മഹാത്മ്യത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെ ഇതിനെ അറിഞ്ഞുകൊണ്ട് വേണം ഈ നന്ദി വാക്ക് അർപ്പിക്കേണ്ടത് പോലും. കൃത്യമായിട്ട് 5 തവണയെങ്കിലും, പല അവസരങ്ങളിലായിട്ട് 5 തവണയെങ്കിലും കൃത്യമായിട്ട് ഈ ഒരു പരിശീലനം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിത് കണ്ണുകൾ അടച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന അവസരമാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ നടന്നുകൊണ്ടാണെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് റോഡിൽ കൂടെ നടക്കുമ്പോൾ കണ്ണടച്ചുകൊണ്ട് ഇത് പരിശീലനം ചെയ്താൽ ബുദ്ധിമുട്ടാണ്. റോഡാണ്, വാഹനങ്ങളൊക്കെ വരുന്ന വഴികളാണ്, സൂക്ഷിക്കണം. അവിടെയൊന്നുമല്ല, നമുക്ക് കണ്ണടച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കണ്ണടച്ചുകൊണ്ട് ചെയ്യാം. അപ്പൊ കണ്ണടച്ചുകൊണ്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഇതിന്റെ കാര്യങ്ങളെ, മഹത്വത്തെ നമുക്ക് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ ശ്വാസം ദീർഘമായിട്ട് എടുക്കുകയും പുറത്തു വിടുകയും ചെയ്യുന്നത് ഒരു ദിവസത്തിൽ എത്ര തവണ കൂടുതൽ ചെയ്യുന്നോ അത്രയും നമുക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ യോഗ പരിശീലനത്തിലൊക്കെ പറയുന്നുണ്ട്, ശ്വാസം എടുത്തിട്ട് ഉള്ളിൽ കുറെ സമയം പിടിച്ചു നിർത്തുന്നു. അപ്പോൾ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നട്ടലൊക്കെ നന്നായിട്ട് നിവർത്തിയിരിക്കണം. കാരണം നമ്മുടെ ചക്രങ്ങളൊക്കെ, റൂട്ട് ചക്രയൊക്കെ കറക്റ്റ് ആയിരിക്കണം. റൂട്ട് ചക്രകളിലേക്കുള്ള പ്രവാഹങ്ങൾ, ഊർജ പ്രവാഹങ്ങൾ കറക്റ്റ് ആകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഊർജം വർദ്ധിക്കുന്നത്. പിന്നീട് അവന്റെ കുണ്ടലിനി ഉണർന്നിട്ട് അവൻ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെ? റൂട്ട് ചക്ര കറക്റ്റ് ആകുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ വരുവാനായിട്ട് തുടക്കം, അല്ലെങ്കിൽ ആ ഒരു ചക്രത്തിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ യോഗി തലത്തിലേക്ക് പോകുവാനും ഒക്കെ ചിന്തിക്കുന്ന സമയങ്ങളിൽ അതിന്റെ പ്രാരംഭ പരിശീലനമാണ് ഈ ശ്വസന വ്യായാമം. ശ്വാസം എടുക്കുക അല്ലെങ്കിൽ പ്രാണായാമം, ഇവയൊക്കെ അതിന്റെ തുടക്കത്തിൽ ചെയ്യുന്ന പരിശീലനങ്ങളാണ്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ശ്വാസം എടുക്കുകയും, യോഗയിലാണെങ്കിൽ ഉള്ളിൽ ശ്വാസം കുറെ നേരം പിടിച്ചു നിർത്തുന്നത് പോലും നമ്മുടെ ആയുസ്സിനെ പോലും വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എത്ര സമയം നമുക്ക് ഉള്ളിൽ പിടിച്ചു നിർത്താൻ കഴിയുന്നു അത്ര സമയം കൂടി നമ്മുടെ ജീവിതത്തിലെ ആയുസ്സിന്റെ അളവ് കൂടുന്നു. ആയുസ്സിന്റെ പക്ഷികളിലെ ചിറകുകളുടെ ആയുസ് വർദ്ധിക്കുന്നു എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഒരു പരിശീലനത്തെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. 5 തവണ ഓരോ ദിവസവും മാന്ത്രിക വായുവിന്റെ പരിശീലനം നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് കണ്ണുകൾ അടച്ചു വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ കണ്ണുകൾ അടച്ചിട്ടോ കണ്ണുകൾ തുറന്നു വെച്ചിട്ടോ ചെയ്യാം. അല്ലെങ്കിൽ ഏതു സമയത്തും നമുക്കിത് ചെയ്യാം. വേണമെങ്കിൽ നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ്, സൂപ്പർ മാർക്കറ്റിലോ ടെക്സ്റ്റൈൽ ഷോപ്പിലോ ഗോൾഡ് ഷോറൂമിലോ ഒക്കെയാണ് നമ്മൾ പോകുന്നത്, എവിടെയാണെങ്കിലും അവിടെ വെച്ചിട്ട് ആരും അറിയില്ല, ആരോടും നമുക്ക് പറയാതെ ചെയ്യാവുന്ന ഒരു പരിശീലനമാണ് ഈ മാന്ത്രിക വായുവിന് മനസ്സിൽ നന്ദി പറയുക എന്നുള്ളത്. അപ്പോ ഇനി അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും
ക്യൂ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് വളരെയധികം ക്ഷമ നശിക്കുന്ന ഒരു സംഗതിയാണ്. എവിടെയെങ്കിലും പോയി ക്യൂ നിൽക്കുക, നിന്ന് മടുക്കുന്നു. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ ഈ പരിശീലനം ചെയ്തുകൊള്ളുക. കാരണം ക്യൂവിൽ നിൽക്കുന്ന ബുദ്ധിമുട്ടിനെ നമ്മൾ അറിയുകയുമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പരിശീലനം ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണത്. അതിലൂടെ നമുക്ക് നന്നായിട്ട് വായുവിന്റെ മഹത്വത്തെ അറിഞ്ഞ് നമുക്ക് ചെയ്യുവാനായിട്ടൊക്കെ സാധിക്കുന്നു. ക്യൂ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഷോപ്പിംഗ് ചെയ്യുമ്പോഴോ എവിടെ വെച്ച് വേണമെങ്കിലും ഈ പരിശീലനം നമുക്ക് ചെയ്യാം. അതുപോലെ ശ്വാസം എടുക്കുന്നത് നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞു വേണം ചെയ്യേണ്ടത്. മനഃപൂർവ്വം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ. സാധാരണ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മളത് പറയുമ്പോൾ ചിന്തിക്കും, എന്താണ് നമ്മൾ അറിയാതെയാണ് പിന്നെ ശ്വാസം എടുക്കുന്നത്. അതെ, ഭൂരിപക്ഷ സമയങ്ങളിൽ നമ്മൾ അറിയാതെയാണ് ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്. പക്ഷേ ഈ പരിശീലനം ചെയ്യുന്ന സമയത്തെങ്കിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ശ്വാസം എടുക്കണം. നന്നായിട്ട് നമ്മുടെ ലങ്സ് ഒക്കെ വികസിച്ചു വരുന്ന രീതിയിൽ, വീർത്തു വരുന്ന രീതിയിൽ വേണം ശ്വാസം എടുക്കുകയും മാന്ത്രിക വായുവിനെ ഞാൻ ഉള്ളിലേക്ക് സ്വീകരിച്ചു, ആ കിട്ടിയ മാന്ത്രിക വായുവിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളാം. അങ്ങനെ ഇതൊരു ശ്വസന രീതിയെ പറ്റിയല്ല, നമ്മൾ ശ്വസിക്കുന്ന വായുവിനോടുള്ള നമ്മുടെ കൃതജ്ഞതയാണ് നമ്മളിവിടെ അറിയിക്കുന്നത്. ഇത് ശ്വസന വ്യായാമമൊന്നുമല്ല, പക്ഷേ കൃതജ്ഞത അർപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃതജ്ഞതാ വ്യായാമം, കൃതജ്ഞതാ പരിശീലനമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ വേണമെങ്കിൽ നമുക്ക് കഴിയുന്ന സ്ഥലമാണെങ്കിൽ ഒരു അല്പം ശബ്ദമുണ്ടാക്കിക്കൊണ്ട് തന്നെ ശ്വാസം എടുക്കാം. നമ്മൾ നന്നായിട്ട് ഇങ്ങനെയൊന്ന് ശ്വാസം എടുക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും കേൾക്കാറുണ്ട്. അത് ബോധപൂർവമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കൃത്യമായി ചെയ്യുമ്പോഴാണ് ഈ ശബ്ദം കേൾക്കുക. അല്ലെങ്കിൽ നമ്മൾ പോലും അറിയുന്നില്ല, ശ്വാസം കയറുന്നു, പുറത്തേക്ക് പോകുന്നു, ശ്വാസം എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക്. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ ബോധപൂർവം കഴിയുമെങ്കിൽ ഒരു അല്പം ശബ്ദം കേൾക്കുന്ന രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുന്ന അവസരമാണെങ്കിൽ ഇതുപോലെ തന്നെ വേണം എടുക്കാൻ. അപ്പോൾ ശ്വാസം പുറത്തു വിടുന്ന സമയത്ത് മാന്ത്രിക വാക്കായിട്ടുള്ള നന്ദി നമുക്ക് മനസ്സിൽ ഉരുവിടാൻ കഴിയുന്നുവെങ്കിൽ അങ്ങനെയാകാം. ഇത് ക്രമേണ പരിശീലിച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമുക്ക് വേണമെങ്കിൽ ഈ പരിശീലനത്തിൽ കുറച്ച് മാറ്റം വരുത്താം. തുടക്കത്തിലല്ല, പരിശീലനം ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ഓരോ ശ്വാസം എടുക്കുമ്പോഴും കൃതജ്ഞതയിൽ ശ്വസിക്കുന്നതായും നിങ്ങൾ അതിലങ്ങ് നിറയുന്നതായിട്ടും ആ കൃതജ്ഞതയിൽ അങ്ങനെ ലയിച്ചു ചേരുന്നതായിട്ട് നമുക്ക് സങ്കല്പിച്ചുകൊണ്ട് അനുഭവിച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോ ഒരു വ്യക്തി അയാൾ ശ്വസിക്കുന്ന വായുവിനോട് അങ്ങേയറ്റം കൃതജ്ഞതാലുവായി കഴിഞ്ഞാൽ അവരുടെ കൃതജ്ഞതയുടെ ശക്തിയുടെ പുതിയ തലത്തിലെത്തുമെന്ന് പൗരാണിക പഠനങ്ങൾ പറയുന്നു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡിയല്ല, പൗരാണികമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് ഒരു വ്യക്തി അയാൾ ശ്വസിക്കുന്ന വായുവിനോട് അങ്ങേയറ്റം കൃതജ്ഞതാലുവായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആയിക്കഴിഞ്ഞാൽ അവരുടെ കൃതജ്ഞത ശക്തിയുടെ പുതിയ തലത്തിലേക്ക് എത്തും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ ഒരു റൂട്ട് ചക്ര കറക്റ്റ് ആവുക, നമ്മൾ ചക്രധ്യാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ കുണ്ടലിനി യോഗയൊക്കെ പരിശീലിക്കുമ്പോൾ ഇതിലൂടെ എന്താണ്, അവർ പുതിയൊരു ഊർജം നേടുകയാണ്, അല്ലെ, പുതിയൊരു വ്യക്തിയായിട്ട് അവർ മാറുകയാണ്. അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തുള്ള ലീഡറായിട്ട്, അല്ലെങ്കിൽ അയാളുടെ അടുത്തേക്ക് ഉപദേശങ്ങൾ തേടി വരുന്ന ആളുകളുടെ തലത്തിലേക്ക് ഒരു വ്യക്തി അവിടെ വളരുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിശീലന രീതിയാണ് പറയുന്നത്. ഇപ്പം ഇത് അവിടെ വിദേശത്തുള്ളതും നമ്മുടെ സ്വദേശത്തുള്ളതുമായ രണ്ട് ചിന്താധാരകളുടെ വ്യത്യാസമാണത്. അവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. പക്ഷെ രണ്ടും ഏതാണ്ട് ഒരേ തലത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ശ്വാസം കൃതജ്ഞത അനുഭവിച്ചുകൊണ്ട് നന്നായിട്ട് നമ്മൾ ശ്വസിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുമ്പോൾ, അപ്പോൾ കൃതജ്ഞതയുടെ ശക്തി, നമ്മുടെ ആ നന്ദി വാക്കിന്റെ ശക്തി നമ്മളെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് പൗരാണിക പഠനങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ അവർ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും, ജീവിതത്തിന് പല ഭാഗങ്ങളുണ്ട്, നമുക്ക് ബന്ധങ്ങൾ, സമ്പത്ത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, ഇങ്ങനെ പലതരത്തിൽ ജീവിതത്തിന് പല ഭാഗങ്ങളുണ്ട്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും പരിശ്രമമില്ലാതെ തന്നെ സമ്പൂർണമാക്കി മാറ്റാൻ കഴിവുള്ള ആൽക്കിമിസ്റ്റുകളായി മാറും നിങ്ങളെന്നാണ് പറഞ്ഞത്.
ഇതുപോലെ ഒരു ഇന്നത്തെ ഈ പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മാന്ത്രിക വായുവിന്റെ പരിശീലനം ഓരോ ദിവസവും ചെയ്ത് കൃത്യമായിട്ട് വരുമ്പോൾ നിങ്ങൾ വേറൊരു തലത്തിലുള്ള വ്യക്തികളായി മാറും. അതുമാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ ഭാഗവും പരിശ്രമമില്ലാതെ സമ്പൂർണമാക്കി മാറ്റാൻ കഴിവുള്ള ആൽക്കിമിസ്റ്റുകളായി നമ്മൾ മാറുമെന്നാണ് പറഞ്ഞത്. ആൽക്കിമിസ്റ്റ് ആരാണെന്ന് നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അല്ലെ. സ്വർണത്തെയും നമ്മുടെ ഇരുമ്പ്, ചെമ്പ് അതുപോലുള്ള മറ്റു ലോഹങ്ങളെയൊക്കെ സ്വർണമാക്കി മാറ്റാൻ കഴിവുള്ള സയന്റിസ്റ്റുകളെയാണ് ആൽക്കെമിസ്റ്റുകൾ എന്ന്. ആൽക്കെമിസ്റ്റിന്റെ പുസ്തകം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇരുമ്പിനെയും ചെമ്പിനെയും ഒക്കെ സ്വർണമാക്കി മാറ്റുക, അതേ തൂക്കത്തിൽ എത്ര ഒരു 10 കിലോ ഇരുമ്പുണ്ടെങ്കിൽ അതിനെ 10 കിലോ സ്വർണമാക്കി മാറ്റുവാൻ കഴിയുന്ന ആളുകളാണ് ആൽക്കെമിസ്റ്റുകൾ. അത് പുരാതന ഈജിപ്തിലും റോമ നഗരങ്ങളിലും ഒക്കെ ഇത്തരം ആളുകൾ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇന്നും ഉണ്ടാകാം ഇതുപോലുള്ള ആൽക്കെമിസ്റ്റ്. അപ്പൊ അത്തരത്തിലുള്ളൊരു ആൽക്കെമിസ്റ്റായി നിങ്ങൾ മാറും. കാരണം ഇവിടെ സ്വർണമാക്കുകയല്ല, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഭാഗവും പരിശ്രമമില്ലാതെ, കാരണം നമ്മൾ പരിശ്രമിക്കുക, പണിയെടുക്കുക, കാര്യങ്ങൾ നേടാമെന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു ശക്തി നേടിയവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ശ്വസനം ചെയ്ത് പ്രത്യേക ഒരു കുണ്ടലിനിയൊക്കെ ഉണർന്ന ആളുകൾക്ക് പരിശ്രമമില്ലാതെ തന്നെ പല കാര്യങ്ങളും നേടുവാൻ സാധിക്കും. ഇപ്പൊ ഇവിടെ തന്നെ എടുത്തു പറയുന്നുണ്ട്, ക്രൈസ്റ്റ് യേശുക്രിസ്തു ഓരോ അത്ഭുത പ്രവർത്തികൾ ചെയ്യുമ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുപോലെ ഓരോ ആളുകളെയും, ഓരോ മഹൽ വ്യക്തികളെയും എടുത്തു നോക്കുക. ഇവരൊക്കെ ഇവരുടെ മഹത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറഞ്ഞ പക്ഷം മനസ്സിലെങ്കിലും ഇവർ നന്ദി അർപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആൽക്കെമിസ്റ്റുകളായി ഇരുമ്പിനെയും ചെമ്പിനെയും ഒക്കെ സ്വർണമാക്കി മാറ്റാൻ കഴിവുള്ള ആൽക്കെമിസ്റ്റുകളെ പോലെ നമുക്ക് മാറുവാൻ കഴിയും ഈ പരിശീലനത്തിൽ എന്ന് പറയുന്നു. ഈ പരിശീലനം ഒരിക്കൽ കൂടി പറയാം. നമുക്ക് സാധാരണ ചെയ്യുന്ന നമ്മുടെ 10 അനുഗ്രഹങ്ങളുടെ പട്ടിക എടുത്തു വെച്ച് അതിനോട് നന്ദി പറയുന്ന പ്രാക്ടീസ് ചെയ്തതിന് ശേഷം 5 തവണ ഇന്ന് ഓരോ ദിവസവും, ഇപ്പൊ ഇന്ന് മുതൽ തുടങ്ങുകയാണെങ്കിൽ ഇന്ന് 5 തവണ നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ പറ്റി ഒന്ന് ചിന്തിക്കണം. ഈ വായുവിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എങ്കിലും നമുക്ക് അതിനോട് നന്ദി പറയേണ്ടതിന്റെ ആവശ്യകത ശരിക്കും മനസ്സിലാവുക. കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ല അതാണ്. ഒരു നിമിഷം ആ ഒരു ഓക്സിജൻ അവിടെ തിരികെ നിറയ്ക്കുന്ന പ്രക്രിയ, അല്ലെ നമ്മളെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ആവരണം, സൂര്യനും ഭൂമിയുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള അകലത്തിന്റെ അനുപാതം, ഇവിടെയൊന്നും മാറ്റം വരാതിരിക്കുന്നത് കൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് വായു ലഭിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വായുവിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്നതിന് ശേഷം മനഃപൂർവ്വം നമ്മൾ, അതായത് ബോധപൂർവം 5 തവണ നമ്മൾ ശ്വാസം എടുക്കുകയും ശരീരത്തിനകത്തുകൂടി വായു ഇങ്ങനെ സഞ്ചരിക്കും. നമ്മൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കുമ്പോൾ കണ്ണടച്ചുകൊണ്ട് ഇതിനെ അനുഭവിക്കണം. അപ്പൊ ശരീരത്തിന്റെ ഓരോ ഭാഗത്തുകൂടെയും നമ്മുടെ വായു ഇങ്ങനെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. ഈ വായുവാണ് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് രക്തസഞ്ചാരത്തെ സാധ്യമാക്കുന്നത്, ഓരോ സ്ഥലത്തെയും ഊർജ്ജസ്വലമാക്കുന്നത്, ഓരോ ഭാഗവും മരവിച്ചു പോകാതെ, തൊട്ടാൽ അറിയാത്ത സ്ഥലങ്ങളായി മാറിപ്പോകാതെ സൂക്ഷിക്കുന്നത് ഈ ഒരു പ്രക്രിയ കൊണ്ടാണ്. അപ്പോ അനുഭവിച്ചുകൊണ്ട് ബോധപൂർവം 5 തവണ ശ്വാസം എടുക്കുകയും ശരീരത്തിനകത്തുകൂടി വായു സഞ്ചരിക്കുന്നത് അനുഭവിച്ചറിയുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴുള്ള ആ അനുഭവം, ആ ഒരു ആനന്ദത്തെ കൂടി അനുഭവിച്ചറിയണം. ശ്വാസം എടുക്കുന്നു, ശരീരത്തിനുള്ളിൽ കൂടി ഇതിങ്ങനെ പ്രവഹിക്കുന്നു, പിന്നീട് എന്താണ്, വളരെ ആനന്ദത്തോടു കൂടി നമ്മൾ അതിനെ പുറത്തേക്ക് തള്ളുന്നു. ഇങ്ങനെ 5 തവണ നമ്മൾ ശ്വാസം എടുത്ത ശേഷം ഓരോ തവണയും ഞാൻ ശ്വസിച്ച മാന്ത്രിക വായുവിന് നന്ദി എന്ന് ഉള്ള മാന്ത്രിക വാചകം നമ്മൾ പറയുന്നു. മനസ്സിൽ പറഞ്ഞാൽ മതി, ഉറക്കെ പറയണമെന്ന് നിർബന്ധമില്ല. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ദീർഘമായിട്ട് എടുക്കുക, ഞാൻ ശ്വസിച്ച മാന്ത്രിക വായുവിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് വായുവിനെ പുറന്തള്ളാം. ഇങ്ങനെ കുറഞ്ഞത് 5 തവണയെങ്കിലും നമ്മൾ ചെയ്യണം. നിങ്ങൾ ശ്വസിക്കുന്ന അമൂല്യമായ ജീവൻ പകരുന്ന വായുവിനോട് അങ്ങേയറ്റം കൃതജ്ഞത പ്രകാശിപ്പിക്കുക. കാരണം നിറഞ്ഞ മനസ്സോടെ, ഏറ്റവും അധികം കൃതജ്ഞതയോടുകൂടി വേണം പറയാൻ. കാരണം ഈ പല നമ്മൾ കഥകളിലും ഒക്കെ കേട്ടിട്ടുണ്ട്, ഏറ്റവും അധികം ഭക്തിയുള്ളത്, ഇപ്പം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാര്യം എടുത്താൽ ഭഗവാനോട് ഏറ്റവും ഭക്തിയുള്ളത് ആർക്കാണ്? ഒരുപാട് ഭക്തന്മാരുണ്ട്. ഉദ്ധവരുണ്ടായിരുന്നു. ഭഗവാൻ തലേന്ന് രാത്രി ഉപയോഗിച്ച വസ്ത്രം എടുത്ത് പിറ്റേന്ന് എടുത്തണിയുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഭയങ്കര പരമമായ ഭക്തി പ്രകടിപ്പിച്ച ഉദ്ധവരുണ്ട്. പക്ഷെ ഇവിടെ ഭഗവാനോട് ഒരിക്കൽ ചോദിച്ചു, ഏറ്റവും അധികം സ്നേഹം അല്ലെങ്കിൽ ഏറ്റവും അധികം ഭക്തി ഉള്ളത് ആർക്കാണെന്ന് ചോദിച്ചപ്പോൾ ഗോപസ്ത്രീകൾക്കാണ്, പ്രണയമുള്ള ആ ഗോപസ്ത്രീകൾക്കാണ്. അപ്പൊ ആ ഏറ്റവും അധികം പ്രണയത്തോടു കൂടി വേണമെങ്കിൽ ഈ വായുവിനെ ശ്വസിക്കാം. കാരണം ഏറ്റവും അധികം സ്നേഹത്തിന്റെ പ്രകടനം അതാണ്. ഏറ്റവും അധികം കറതീർന്ന
സ്നേഹം, ഭക്തി എന്ന് പറയുന്നത് അവിടെയാണ് ഉണ്ടാവുക. കാരണം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് പ്രണയമുള്ള, ഇഷ്ടമുള്ള വ്യക്തിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ആ ഇഷ്ടക്കേടിനെ മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ അത് ചെയ്തു നിൽക്കാം. നേരെ മറിച്ച് അല്ലാത്തിടത്ത് നമ്മൾ ചെയ്യില്ല. അപ്പോൾ അവിടെ ഏറ്റവും അധികം നിറഞ്ഞ ഭക്തിയോടുകൂടി ഈ ഒരു കൃതജ്ഞത നമ്മൾ അർപ്പിച്ചാൽ ക്രമേണ നമുക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ മാറി നമ്മളൊരു ആൽക്കെമിസ്റ്റായി മാറും. ചെമ്പിനെ സ്വർണമാക്കുന്ന, ഇരുമ്പിനെ സ്വർണമാക്കുന്ന ആൽക്കെമിസ്റ്റായി നമ്മൾ മാറും എന്നുള്ള ഈ പരീക്ഷണത്തിലൂടെ. അതോടൊപ്പം നമ്മുടെ മാന്ത്രിക കല്ലിന്റെ പരീക്ഷണം കൂടി അവിടെ ഉപയോഗിക്കാം. ഇതാണ് 23-ാമത്തെ അധ്യായത്തിന്റെ സാരാംശം എന്ന് പറയുന്നത്. പിന്നീട് 24-ാമത്തെ അധ്യായത്തിൽ, ഇന്നത്തെ 2-ാമത്തെ അധ്യായം, ഇവിടെ മാന്ത്രിക വടി ഉപയോഗിക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട് മജീഷ്യന്മാരുടെ കയ്യിലൊക്കെ മാന്ത്രിക വടി, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചിത്രകഥയിൽ മന്ത്രവാദി വരുമ്പോൾ ഇവരുടെ കയ്യിലൊരു വടി, കുട്ടൂസന്റെ കയ്യിലൊക്കെ വടി ഉണ്ടായിരുന്നു അല്ലെ, നമ്മളൊക്കെ വായിച്ചിട്ടുള്ള. അങ്ങനെ ഒരു മാന്ത്രിക വടിയുണ്ട്. ഈ വടി പ്രയോഗിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ നമ്മുടെ അടുത്തേക്ക് കിട്ടുന്നു. ഈ മജീഷ്യൻ വന്നിട്ട് മാന്ത്രിക വടി കൊണ്ടൊന്ന് തൊടുമ്പോഴാണ് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം അവിടെ സാധ്യമാകും. അപ്പോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു മാന്ത്രിക വടി ഉണ്ടെന്ന് വിചാരിക്കുക. അത് വീശി, ആ ഒരു വടി വീശിയിട്ട് ഇവിടെ നമ്മൾ എന്താണ്, നമുക്ക് വേണ്ട കാര്യങ്ങളെ അല്ല നേടാൻ പോകുന്നത്. നമുക്കിഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ചില കാര്യങ്ങളൊക്കെ വേണം. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് അടുത്തൊരു സുഹൃത്തുണ്ട്, അയാൾക്ക് ചില ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ സാമ്പത്തികമായ പരാധീനതയാകാം, ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ പൊതുധാരയിൽ നിന്ന് കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടും ആയിരിക്കും. കാരണം അവന് കുറച്ചുകൂടി പണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെ അവനൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, അല്ല അവന്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ ആ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി അവൻ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് ഒന്ന് തിരിച്ചെത്തിയിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കും അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നടത്തിയെടുക്കുവാനായിട്ടാണ് ഈ മാന്ത്രിക വടിയുടെ പ്രയോഗം. അതായത് മാന്ത്രിക വടി ഉണ്ടായെങ്കിൽ, നമുക്കൊരു മാന്ത്രിക വടി ഉണ്ടാകുകയും അത് വീശി നമ്മൾ സ്നേഹിക്കുന്നവരെ സഹായിക്കാൻ സാധിക്കുന്നതും നമ്മൾ എപ്പോഴെങ്കിലും കുതിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ഈ ഒരു മാന്ത്രിക വടിയുടെ പരിശീലനത്തിലൂടെ ജീവിതത്തിന്റെ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ജീവിതത്തിന്റെ ശരിയായ മാന്ത്രിക വടി പ്രയോഗിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ മറ്റൊരാളെ സഹായിക്കണമെന്ന് നമ്മൾ വളരെ വ്യഗ്രതയോടെ ആഗ്രഹിക്കുമ്പോൾ, നമുക്കിപ്പോൾ ഒരാളെ ആഗ്രഹിക്കണമെന്ന് വളരെ വ്യഗ്രതയുണ്ട്, പക്ഷെ നമുക്ക് ചില നമ്മുടെ പരിമിതികൾ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോ അത്തരം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അളവില്ലാത്തൊരു ശക്തിയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. നിങ്ങളൊരു ദൈവമാണ്, എന്തും കൊടുക്കാൻ കഴിവുള്ളൊരു ദൈവമാണ്, ഒരു അവതാരമൂർത്തിയാണ് നിങ്ങളെങ്കിൽ ഇതൊക്കെ എളുപ്പമാണ്. കാരണം ഒരാളെ സഹായിക്കണം, കാരണം ഒരു വരം കൊടുക്കുക. നമ്മൾ പഴയ പുരാണങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, വർഷങ്ങളോളം തപസ് ചെയ്ത് കഴിയുമ്പോൾ ദൈവം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അവിടെ വെച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട വരം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ വരം പറഞ്ഞു കൊടുക്കുമ്പോൾ കൈ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് നമ്മളിലേക്ക് ആ വരം നൽകുന്നു. പിന്നീട് അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മികച്ച വ്യക്തിയായിട്ടൊക്കെ മാറുന്നു. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. അല്ലെങ്കിൽ ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വന്നാൽ നമ്മളിപ്പോ കുറച്ച് അന്യഗ്രഹ ജീവികളെ കുറിച്ചിട്ടൊക്കെ അടുത്ത കാലത്ത് പത്രമാധ്യമങ്ങളിലൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഏലിയാൻ എന്ന് പറയുന്ന ഒരു സാധനം, മനുഷ്യനല്ല, പക്ഷെ അത് ഒരു അന്യഗ്രഹ ജീവികളാണ് ഏലിയാൻ. ഈ ഏലിയാൻസിന് ചില ശക്തികൾ മനുഷ്യനേക്കാളും ഒക്കെ കൂടുതലായിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് പറയുന്നത് കേട്ടു, നാസയുടെ കുറെ സയന്റിസ്റ്റുകളെ, ഒരു 12ഓളം സയന്റിസ്റ്റുകളെ അവ കല്ലാക്കി മാറ്റി കളഞ്ഞു അല്ലെ, കല്ലാക്കി മാറ്റി, ആ മനുഷ്യനെയൊക്കെ കല്ലാക്കി കളഞ്ഞു അവര് എന്നൊരു ന്യൂസ് ചെറുതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോ പക്ഷെ അത് പറയുമ്പം നമുക്ക് വേണേൽ പറയാം, സത്യയുഗത്തിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പണ്ട് ഗൗതമ മഹർഷി ചെയ്തതാണ്. കാരണം ഭാര്യ അഹല്യയെ ഒറ്റ നിമിഷം കൊണ്ട് കല്ലാക്കി മാറ്റിയ വ്യക്തിയാണ് അല്ലെ. ഇദ്ദേഹം ഒരിക്കൽ തപസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ വേഷം മാറി ദേവേന്ദ്രൻ ആ സ്ഥലത്ത് എത്തുകയും ഈ ഗൗതമ മഹർഷിയുടെ വേഷത്തിൽ വീട്ടിലേക്ക് തിരികെ മടങ്ങി വരുന്ന രീതിയിൽ വന്നുകൊണ്ട് ഭാര്യയോടൊപ്പം ഭാര്യയെ പ്രാപിക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് എന്തോ അനിഷ്ട സംഭവം തോന്നിയിട്ട് യഥാർത്ഥ ഗൗതമ മഹർഷി തിരികെ വരുമ്പോൾ അവിടെ തന്റെ വേഷത്തിൽ നിൽക്കുന്ന ദേവേന്ദ്രനെ കാണുകയും, അപ്പോൾ അവിടെ യഥാർത്ഥ കുഴപ്പം ഭാര്യയായ അഹല്യയിലാണുള്ളത്. കാരണം അവരുടെ പാതിവൃത്യത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞ് അല്പം ദേഷ്യത്തോടു കൂടി ഒറ്റ നിമിഷം കൊണ്ട് ഈ ഭാര്യയെ കല്ലാക്കിയൊക്കെ മാറ്റുന്നുണ്ട്.
അല്ലെ, പാറയാക്കി മാറ്റുന്നുണ്ട്. പിന്നീട് സത്യയുഗം കഴിഞ്ഞ് ത്രേതായുഗം വരുമ്പോൾ അവിടെ ശ്രീരാമൻ വന്ന് ഈ പാറയിൽ ചവിട്ടുമ്പോഴാണ് അവർക്ക് ശാപമോക്ഷം കിട്ടി അഹല്യ വീണ്ടും മോഹിനിയായിട്ട് മാറുന്നതൊക്കെ. അത് അന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതേ കാര്യങ്ങൾ ഇന്ന് ഏലിയാൻ എന്ന് പറയുന്ന അന്യഗ്രഹ ജീവി ചെയ്തു കൂട്ടുന്നു എന്ന് പറയുന്നു. 12ഓളം സയന്റിസ്റ്റുകളെ അവിടെ കല്ലാക്കി മാറ്റി അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഏലിയാന് അതിന്റെ റിവേഴ്സ് ടെക്നോളജി, റിവേഴ്സ് എഞ്ചിനീയറിംഗ് അറിയാമായിരിക്കും. ഈ കല്ലാക്കിയതിനെ തിരിച്ചെങ്ങനെ മനുഷ്യനാക്കാമെന്നുള്ളത് അന്ന് ചിലപ്പം അഗസ്ത്യ മഹർഷിക്ക് ചിലപ്പോൾ അഗസ്ത്യ മഹർഷിയല്ല, ഗൗതമ മഹർഷിക്ക് അറിയാൻ പറ്റില്ലായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും ത്രേതായുഗം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അതുപോലെ അങ്ങനെ ഉള്ള സമയങ്ങളിൽ നമ്മളൊരു അതീവ ശക്തിയുള്ള വ്യക്തിയായി മാറുകയാണെങ്കിൽ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ എളുപ്പമാണ്. കാരണം സാമ്പത്തികമായിട്ട് ഒരുവനെ നമ്മൾ സഹായിക്കാൻ ആഗ്രഹിക്കുകയും നമ്മളൊരു റിച്ചസ്റ്റ് മാൻ ആണെങ്കിൽ, നല്ലൊരു സാമ്പത്തികമുള്ള വ്യക്തിയാണെങ്കിൽ നമുക്കത് ഈസിയാണ്. കാരണം വളരെ എളുപ്പം ആ പൈസ എടുത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി. അതില്ലാതെ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാകും. പക്ഷെ മനസ്സുകൊണ്ട് അവനെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലെ തന്നെ ഒരു ആരോഗ്യം പ്രശ്നമുള്ള ഒരു വ്യക്തിയെ നമുക്ക് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ പരിമിതികൾ അവിടെ കാര്യമാകുന്നില്ലാതെ വരുമ്പോൾ അവിടെയും നമ്മൾ എല്ലാം തികഞ്ഞൊരു വ്യക്തിയാണ്, ആരോഗ്യം തിരികെ കൊടുക്കാൻ കഴിയുന്ന ഒരു ആളാണ് നമ്മളെങ്കിൽ അവിടെയും നമുക്ക് ഈസി ആയിട്ട് അത് സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സഹായങ്ങൾ ചെയ്യണമെങ്കിൽ, മറ്റുള്ള വ്യക്തികൾക്കുണ്ടാകുന്ന കുറവുകളെ നമുക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഇന്നത്തെ പരിശീലനം നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കാം. മാന്ത്രിക വടി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കുറവുകളെ നമുക്ക് നീക്കിക്കൊടുക്കാം. അപ്പോ നമ്മുടെ ശ്രദ്ധ പോകുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ എവിടേക്ക് കൊടുക്കുന്നു? ഇപ്പൊ ഈ സമയത്ത് എന്റെ ശ്രദ്ധ മുഴുവൻ ഈ ക്ലാസ്സുകളിലേക്കാണ്. കാരണം ഇവിടെയാണ് എന്റെ ഊർജം ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ്? ഈ ക്ലാസ്സിനെ കുറിച്ചിട്ടാണ്. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ഇപ്പൊ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജം പോകുന്നത് ക്ലാസ് കേൾക്കുക, ഗ്രഹിക്കുക എന്നുള്ള തലത്തിലേക്ക്. ഇതുപോലെ ഓരോ വ്യക്തികൾക്കും നമ്മൾ എവിടേക്കാണ് ശ്രദ്ധിക്കുന്നത് അവിടേക്കാണ് നമ്മുടെ ഊർജ പ്രവാഹം ഉണ്ടാകുന്നത്. അത് കൂടുതൽ തീഷ്ണമായിട്ട് നമ്മൾ അവിടെ ഉപയോഗിക്കുമ്പോൾ, കൂടുതൽ ഏകാഗ്രതയോടുകൂടി ഉപയോഗിക്കുമ്പോൾ അത് ശക്തമായിട്ടുള്ളൊരു ഊർജ പ്രവാഹം അങ്ങോട്ടുണ്ടാകും. അപ്പൊ എത്രയധികം നമ്മൾ കൃത്യതയോടുകൂടി ചെയ്യുന്നോ അത്രയധികം ഊർജ പ്രവാഹം അവിടെ ഉണ്ടാകും. അപ്പോ കൃതജ്ഞതയുടെ ശക്തിയെ മറ്റൊരാളുടെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ നിയന്ത്രിക്കുമ്പോൾ, ഉപയോഗിക്കുമ്പോൾ അവിടെ ഊർജം പ്രവഹിക്കും. ഇതേ കാര്യം തന്നെ മറ്റൊരാളുടെ കാര്യസാധ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ ക്ലാസ് എടുക്കുന്നു, ക്ലാസ് കേൾക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നവര് അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ മറ്റൊരാളെ സഹായിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അവർക്ക് അവിടെ ചില കുറവുകളുണ്ട്, അതിനെ മാറ്റുവാനായിട്ട് നമ്മുടെ ശ്രദ്ധയെ കൊടുക്കുകയാണ്, തീഷ്ണമായിട്ട് കൊടുക്കുകയാണ്, ഭയങ്കര ശക്തിയോടുകൂടി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ടൊരു ഊർജപ്രവാഹം ഉണ്ടാകും. നമ്മളിൽ നിന്നൊരു ഊർജപ്രവാഹം ഉണ്ടാകും. ആ ഒറ്റ കാരണം കൊണ്ടാണ് അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ യേശുക്രിസ്തു ഓരോ സമയത്തും നന്ദി അർപ്പിച്ചുകൊണ്ട്, ഓരോ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അവിടെയൊക്കെയും നന്ദി അർപ്പിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് യേശുക്രിസ്തു. അതെന്താണ്? മറ്റുള്ളവർക്ക് ഒരു കാര്യം ചെയ്യുവാനായിട്ട്, ഇല്ലാത്ത കാര്യത്തെ ചെയ്തു കൊടുക്കുവാനായിട്ട് നമ്മൾ തീഷ്ണമായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് അവിടേക്ക് നമ്മളിൽ നിന്നൊരു ഊർജപ്രവാഹം ഉണ്ടായി അത് നടക്കുന്നത്. ഇപ്പൊ ഒരുപക്ഷെ ടെലിപ്പതി ടെക്നിക്ക് സംഭവിക്കുന്നതായിട്ട് ആർക്കെങ്കിലും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടാകാം. നമ്മളിപ്പോ ഒരു വ്യക്തിയെ കാര്യം ആലോചിക്കുമ്പോൾ, ഇയാളെ ഒന്ന് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ അയാളുടെ ഫോൺ കോൾ നമ്മളിലേക്ക് വരികയോ, അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ അയാൾ നമ്മുടെ കൺമുന്നിലേക്കൊക്കെ വരികയുള്ള അനുഭവം നമുക്കൊക്കെ ഉണ്ടാവുന്നുണ്ടാവും. ഇതൊരു പ്രവർത്തനമാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് നടക്കുന്ന, നമ്മുടെ ഓറയിൽ നിന്ന് സംഭവിക്കുന്ന ഒരു സംഗതിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് കൃത്യമായിട്ട് ഉള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ നമ്മളിൽ നിന്ന് ഊർജം പ്രവഹിക്കുന്നു. ഇത് കൃത്യമായിട്ട് നമുക്കൊരു ശക്തിയായിട്ട് പിന്നീട് മാറും. അപ്പൊ ഇവിടെ ഒരു കാര്യം തോമസ് ലിയനാർഡ് എഴുതിയൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. മാന്ത്രിക വടിക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നറിയുക, നിങ്ങൾ തന്നെയാണ് മാന്ത്രിക വടി എന്ന സത്യത്തെ കാണാതെ പോകരുത്. ഒരു മാന്ത്രിക വടി കിട്ടിയാൽ എല്ലാം സാധിക്കാമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അവിടെ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ തന്നെയാണ് യഥാർത്ഥ മാന്ത്രിക വടി. നമ്മളിലാണ് ആ ശക്തി മുഴുവൻ ഇരിക്കുന്നത്. അതിന് മറ്റൊരു മാന്ത്രിക വടി തേടി നമ്മൾ പോവേണ്ടതില്ല. അപ്പോ
നമ്മുടെ ഒരു കുടുംബ സുഹൃത്തോ ബന്ധുവോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമോ ശാരീരികമോ അല്ലെങ്കിൽ സാമ്പത്തികമോ അല്ലെങ്കിൽ ഉള്ള തൊഴിൽപരമായിട്ടോ ഉള്ള അസന്തുഷ്ടിയോ മാനസിക പ്രശ്നങ്ങളോ ജീവിത പ്രയാസങ്ങളോ ആത്മവിശ്വാസക്കുറവോ തുടങ്ങി എന്ത് തന്നെ അവരെ അനുഭവിക്കുന്നുണ്ടെങ്കിലും കൃതജ്ഞതയുടെ അദൃശ്യ ശക്തി ഉപയോഗിച്ച് അവർക്ക് ആരോഗ്യവും സമ്പത്തും സന്തോഷവും ഉണ്ടാക്കാൻ നമുക്ക് സഹായിക്കാം. ഇത്രയും നാൾ പഠിച്ച പരിശീലനങ്ങൾ നമുക്ക് വേണ്ടി തന്നെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇവിടെ അങ്ങനെയല്ല, മറ്റുള്ളവനെ നമുക്ക് സഹായിക്കാനുള്ളൊരു മാന്ത്രിക പരിശീലനം കൂടിയാണ് ഈ മാന്ത്രിക വടി ഉപയോഗിച്ച്. നമ്മൾ തന്നെ ഒരു മാന്ത്രിക വടിയായി മാറുകയാണ്. അപ്പോ ഒരാളുടെ ആരോഗ്യത്തിനായി നമ്മൾ മാന്ത്രിക വടി വീശുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കപ്പെടുന്നതായി സങ്കല്പിക്കുക. നമ്മളിപ്പോ പലർക്കും ആരോഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു പരിശീലനം കൂടി ചേർത്താൽ നന്നായിരിക്കും. അവർ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരുന്നതിനെ നമ്മൾ സങ്കല്പിക്കുക. അവർക്ക് പൂർണ്ണ ആരോഗ്യം ലഭിച്ചതായിട്ടുള്ള വാർത്ത നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയുന്നതായി അല്ലെങ്കിൽ മെസ്സേജസ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങളെ അറിയിക്കുന്നു ആരെങ്കിലും, ഇങ്ങനെ ശ്രവിക്കുന്നതായി നിങ്ങൾ ഈ സങ്കല്പത്തിനിടയ്ക്ക് അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോ ആ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്, ഹൃദയം നിറഞ്ഞ ഒരു സന്തോഷമുണ്ടാകും, ആഘോഷമുണ്ടാകും. അപ്പൊ ആ ഒരു സന്തോഷത്തെ കൂടി ആ സമയത്ത് നമ്മൾ അനുഭവിക്കണം. അവർക്ക് അവരുടെ ആരോഗ്യത്തിനായിട്ട് അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തവന് ഉണ്ടാകാനായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുകയും ഇത് സംഭവിച്ചതായി നമ്മളോട് ആരെങ്കിലും വന്ന് പറയുന്നതായും അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ, അതിനെ കൂടി മനസ്സുകൊണ്ട് നമ്മൾ ആസ്വദിച്ചുകൊണ്ട് വേണം ആത്മവിശ്വാസത്തോടുകൂടി ആഘോഷത്തോടുകൂടി മാന്ത്രിക വാക്കായ നന്ദി പറയുക. അപ്പോ ഒരു വ്യക്തി സുഖപ്പെടുമ്പോൾ, ആരോഗ്യമില്ലാത്ത വ്യക്തി സുഖപ്പെടുമ്പോൾ ആ ഒരു വാർത്ത നിങ്ങളോട് ഒരാൾ വന്ന് പറയുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അനുഭവിച്ചുകൊണ്ട് നന്ദി എന്ന മാന്ത്രിക വാക്കിനെ ഉപയോഗിക്കുക. അവിടെ നമുക്ക് താല്പര്യമുള്ള ആരോഗ്യവും സമ്പത്തും സന്തോഷവും ആവശ്യമുള്ള ഈ പരിശീലനം ചെയ്യുന്ന കാര്യമാണ് ഇനി പറയുന്നത്. നമുക്ക് താല്പര്യമുള്ള ആരോഗ്യമാകാം, സമ്പത്താകാം, സന്തോഷമാകാം, ഇതിൽ പല കാര്യങ്ങളിൽ ഏതെങ്കിലും ആവശ്യമുള്ള 3 വ്യക്തികളെ തിരഞ്ഞെടുക്കാം. ഒരു ദിവസം വേണമെങ്കിൽ 3 വ്യക്തികൾക്ക് വേണമെങ്കിൽ, ഒരു ദിവസമല്ല പല സമയങ്ങളിലായിട്ട് ചെയ്യാം. 3 വ്യക്തികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇവരുടെ ഫോട്ടോ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ കുറച്ചുകൂടി ശക്തമായിട്ട് ചെയ്യാൻ കഴിയും. ഈ 3 വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ 3 പേരുടെയും ഫോട്ടോ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിന്റെ ഉള്ളിൽ ഇതിന്റെ ഫോട്ടോ ഉണ്ടായാലും ഈ ഒരു ചിത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ ശക്തിയോടുകൂടി നമുക്കിത് ചെയ്യാൻ കഴിയും. അപ്പോ ഈ പരിശീലനം നടത്തുമ്പോൾ ഈ ഫോട്ടോ നമ്മൾ കാണുന്ന രീതിയിൽ വേണം വെക്കുവാനായിട്ട്. അപ്പൊ ആദ്യം ഒരു വ്യക്തിയെ, 3 എണ്ണത്തിൽ ആദ്യം ഒരു വ്യക്തിയെ എടുക്കുക. അയാളുടെ ഫോട്ടോ കയ്യിൽ പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് ആ വ്യക്തിയുടെ ആവശ്യം എന്തായിരുന്നുവോ അത് പൂർണ്ണമായി നടപ്പാക്കപ്പെട്ടതായിട്ടുള്ള വാർത്ത നിങ്ങൾ അറിയുന്നതായി സങ്കല്പിക്കുക. ഇപ്പം ആരോഗ്യം ക്ഷയിച്ചൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി എന്നുള്ളൊരു വാർത്ത നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയുന്നതായിട്ട്, നിങ്ങളെ അറിയിക്കുന്നതായിട്ട് മനസ്സിൽ സങ്കല്പിക്കുക. ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്. ഇതെല്ലാം നമുക്ക് സങ്കല്പിക്കാൻ കഴിയണം. അപ്പോ സങ്കല്പിക്കാൻ പോകുന്നതിനേക്കാൾ എളുപ്പം, ഉദാഹരണത്തിന് അസുഖബാധിതനായ ഒരു വ്യക്തി വീണ്ടും ആരോഗ്യവാനായി, വിഷാദഗ്രസ്തനായ ഒരു വ്യക്തി വീണ്ടും സന്തോഷവാനായി, സാമ്പത്തിക പ്രതിസന്ധിയിലുണ്ടായിരുന്ന ഒരു വ്യക്തി വീണ്ടും സമ്പന്നനായി, ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആനന്ദം, അല്ലെ ആ വാർത്ത നിങ്ങളെ ഒരാളെ അറിയിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം, ഇതിനെ മനസ്സിൽ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് വേണം ഈ ഒരു പരിശീലനം ചെയ്യേണ്ടത്. ഫോട്ടോ കയ്യിൽ പിടിച്ച് അങ്ങനെ ആനന്ദിച്ചതിന് ശേഷം കണ്ണുകൾ തുറന്ന് മാന്ത്രിക വാക്കായ നന്ദി 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 എന്ന് 3 തവണ ഉരുവിടുക. വീണ്ടും അടുത്ത വ്യക്തിയുടെ ഫോട്ടോ എടുക്കുക. ഇയാൾക്കുള്ള കാര്യം എന്താണ്, അതിനുവേണ്ടിയുള്ള പ്രതിവിധി ഇവിടെ സംഭവിച്ചു കഴിഞ്ഞതായി മനസ്സിൽ കണ്ടുകൊണ്ട് വർദ്ധിച്ച സന്തോഷത്തോടുകൂടി കണ്ണുകൾ തുറന്ന് 3 തവണ മാന്ത്രിക വാക്കായ നന്ദി അറിയിക്കുക. അതുപോലെ നന്ദി 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 ഈ പേരുള്ള വ്യക്തിയുടെ ആരോഗ്യത്തിന്, സന്തോഷത്തിന്, സമ്പത്തിന്, അതിൽ ഏത് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം. ആരോഗ്യമായിരിക്കാം, സന്തോഷമായിരിക്കാം,
സമ്പത്തായിരിക്കാം. അപ്പൊ ഇങ്ങനെ ഓരോ ഫോട്ടോ പൂർത്തിയായി കഴിയുമ്പോൾ അടുത്തയാളുടെ ഫോട്ടോ എടുക്കുക, ആ വ്യക്തികൾക്കുള്ള മാന്ത്രിക വടി, ഇതാണ് മാന്ത്രിക വടി പരിശീലനം. ആരോഗ്യവും ധനവും സന്തോഷവും നൽകുന്ന പരിശീലനം പൂർത്തിയാകുന്നത് വരെ ഇതേ സ്റ്റെപ്പുകൾ പിന്തുടരുക. അപ്പോ ഇങ്ങനെ ഒരു സുശക്തമായിട്ടുള്ള ഒരു പരിശീലനം നിങ്ങൾക്ക് തെരുവിലൂടെ നടക്കുമ്പോൾ പോണമെങ്കിൽ ചെയ്യാം. ദൈനംദിന ആവശ്യങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ വേണമെങ്കിലൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ സന്തോഷവും സമ്പത്തും ആരോഗ്യവും പ്രകടമായി തന്നെ ഇല്ലാതെ തോന്നുന്ന ആരെയെങ്കിലും കണ്ടുമുട്ടിയാൽ വേണമെങ്കിൽ ഈ പരിചയം, ഇപ്പൊ നമുക്കൊരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്, വഴിയിലൂടെ പോകുന്നു, അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ പോകും നമ്മൾ കാണുമ്പോൾ, വേണമെങ്കിൽ അവർക്കും കൊടുക്കാം. കാരണം നമ്മളാൽ ചെയ്യാൻ കഴിയാവുന്ന ഒരു സഹായമാണല്ലോ അത്. എപ്പോഴും സഹായങ്ങളെ ആരും സ്വീകരിക്കാതിരിക്കും. അവർ പോലും അറിയാതെ അവരിലേക്ക് നമ്മളൊരു മഹത്തായ ഒരു കാര്യം ചെയ്യുന്നത് പോലെയാണ് ഈ മാന്ത്രിക വടിയുടെ പരിശീലനം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുക, ഇതുകൊണ്ട് നമുക്കുള്ള പ്രയോജനം. ഇത് ചെയ്യുമ്പോൾ നമ്മൾ മൂലം ഒരാൾ രക്ഷപ്പെടുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം, നമ്മൾക്ക് ലഭിക്കുന്ന തേജസ്സോ ഓജസ്സോ പറഞ്ഞറിയിക്കാൻ കഴിയില്ലാത്ത, നമ്മളുടെ പ്രവർത്തനം മൂലം ഒരാൾ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ അറിയുമ്പോൾ, ഒരാൾ വിജയിച്ചു എന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ആനന്ദം നമ്മളെ കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മളെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. പിന്നീട് നമ്മൾ എന്താണ്, ഭൂമിയിൽ നിന്ന് പൊങ്ങിപ്പോകുന്ന രീതിയിലായി പോലെ. അങ്ങനല്ല, ആ ഒരു തലം വ്യത്യാസം വരും. നമുക്ക് ആളുകളുടെ ഇടയിലുള്ള നമ്മുടെ സ്വാധീനം, നമുക്കുള്ള ശക്തി, അല്ലെങ്കിൽ ആളുകളോട് നമുക്കുള്ള പ്രതിബദ്ധതയിലൊക്കെ വ്യത്യാസം വരും. നമ്മൾ മറ്റൊരു വ്യക്തിയായി മാറും. വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് നമ്മൾ കുതിച്ചു തുടങ്ങും. അപ്പോൾ ഇവിടെ ഈ മാന്ത്രിക പരിശീലനം ചെയ്യുന്ന കാര്യം ഒരിക്കൽ കൂടി പറയാം. ആരോഗ്യം, ധനം, സന്തോഷം എന്നിവയിലൂടെ നിങ്ങൾ സഹായിക്കാൻ താല്പര്യപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ട 3 വ്യക്തികളെ തിരഞ്ഞെടുക്കും. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, റിവേഴ്സ് ആയിട്ട് ഉപയോഗിക്കരുത്. ഒരാൾക്ക് സഹായത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തിരികെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അവൻ തകർന്നു പോട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ഈ പരിശീലനം ഉപയോഗിക്കരുത്. അത് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് ഇതുപോലെ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ആരോഗ്യം, ധനം, സന്തോഷം, സമ്പത്ത്, ബന്ധങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സഹായിക്കാൻ താല്പര്യപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ട 3 വ്യക്തികളെ തിരഞ്ഞെടുക്കുക. ഈ 3 വ്യക്തികളുടെയും ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ മാന്ത്രിക വടി പരിശീലനം നടത്തുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ ഓരോ ഫോട്ടോ ആയിട്ട് വെക്കണം. ആദ്യം ഒരാള്, പിന്നെ അടുത്തയാള്, ആ ക്രമത്തിൽ വേണം വെക്കാൻ. ഒരു സമയം ഒരാൾ എന്ന കണക്കിന് അയാളുടെ ചിത്രം കൈകളിൽ എടുക്കുക. കണ്ണുകൾ അടച്ച് 1 മിനിറ്റ് നേരത്തേക്ക് ആ വ്യക്തിയുടെ ആരോഗ്യം, സമ്പത്ത്, സന്തോഷം, ഇപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമല്ല, ഇയാൾക്ക് 3 കാര്യം കൊടുക്കണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആരോഗ്യം മാത്രമല്ല, സമ്പത്താകാം, സന്തോഷമാകാം, പല കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ അധികം വേണമെങ്കിലും കൊടുക്കുവാൻ വേണ്ടി നമുക്കതിനെ ഈ പരിശീലനത്തിൽ ഉപയോഗിക്കാം. ഇങ്ങനെ പൂർണ്ണമായിട്ടും ഇവരതൊക്കെ വീണ്ടെടുക്കപ്പെട്ടു എന്ന് സങ്കല്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ കേൾക്കുന്നതായും ശ്രവിക്കുക. നമ്മുടെ കണ്ണുകൾ തുറന്ന് അപ്പോൾ അയാളുടെ ഫോട്ടോ കയ്യിൽ പിടിച്ച് അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് ആരോഗ്യവും അല്ലെങ്കിൽ സന്തോഷവും സമ്പത്തും നൽകിയതിന് നന്ദി, നന്ദി, നന്ദി എന്ന മാന്ത്രിക വാക്ക് നമുക്കവിടെ സാവധാനം ഉരുവിടാം. ഒരാളുടെ പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്തയാളിലേക്ക് കടക്കുക. ഇതേ സ്റ്റെപ്പുകൾ തന്നെ, ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെ ആവർത്തിക്കുക. ഇങ്ങനെ 3 വ്യക്തികളിലും മാന്ത്രിക വടി പരിശീലനം പൂർത്തിയാകുന്നത് വരെ തുടരുക. ഇതിലൂടെ നമുക്കൊരു സിദ്ധി തന്നെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. കാരണം നമ്മൾ മൂലം, അപ്പൊ അത് ഒരുപക്ഷെ വേറെ ആരും അറിയുന്നുണ്ടാവില്ല, നമ്മളല്ലാതെ. നമ്മൾ വേറൊരാൾക്ക് വേണ്ടി ഇത്തരം ഒരു പരിശീലനം ചെയ്തെങ്കിൽ നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. അയാൾ വളർന്നു, അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് സാമ്പത്തിക ഇല്ലായ്മയിൽ നിന്ന് സമ്പന്നനായി, അല്ലെങ്കിൽ അയാൾക്ക് ആരോഗ്യമില്ലായ്മയിൽ നിന്ന് ആരോഗ്യവാനായിട്ട് തിരികെ വന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മാത്രമേ അറിയൂ. അതിന്റെ ആനന്ദം നമുക്ക് വളരെയധികം ഗുണം ചെയ്യും. നമ്മളെ തലങ്ങളിലൊക്കെ മാറ്റി ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടു. പിന്നീട് നമുക്ക് മറ്റു 2 നമ്മുടെ സ്ഥിരം ചെയ്യുന്ന പരിശീലനങ്ങളൊക്കെ കൊണ്ട് ചേർത്ത് ഇന്നത്തെ ആ പരിശീലനം അവസാനിപ്പിക്കാം. ഈ 2 കാര്യങ്ങൾ, മാന്ത്രിക വടിയും മാന്ത്രിക വായുവുമാണ് ഇന്നത്തെ പരിശീലനം. ഈ പരിശീലനങ്ങൾ നമ്മൾ ഇത്രയും കാലം ചെയ്ത മറ്റു പരിശീലനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി മഹത്തരമായിട്ടുള്ള ഒരു പരിശീലനമാണ്. കാരണം ഒന്ന്, മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാം, നമുക്ക് വേണ്ടി പോലും, സ്വാർത്ഥത പോലും ഇല്ല അവിടെ. മറ്റത് ശ്വാസം അല്ലെങ്കിൽ വായു. ഒരിക്കലും ലോകത്തിൽ ആരും തന്നെ പറയാത്തൊരു നന്ദിയാണ് വായുവിന് നന്ദി പറയുക. ഇതിനൊക്കെ പറയുവാൻ നമ്മളെ ഈ ഒരു 2 അധ്യായങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. നന്ദിയും കടപ്പാടും. ഇത്രയും സമയം ശ്രവിച്ചുകൊണ്ടിരുന്ന, എന്നെ പ്രചോദിപ്പിച്ച ഇമോജികളൊക്കെ
അയച്ചുകൊണ്ട് തന്നെ പ്രചോദിപ്പിച്ച എല്ലാവർക്കുമുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.